الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരായ നമ്മളെല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതുമായ ഒന്നാണ് മനസ്സമാധാനം എന്നത്. അഥവാ സ്വസ്ഥത നഷ്ടപ്പെട്ടാൽ മറ്റെന്ത് നമുക്കുണ്ടെങ്കിലും അവയൊന്ന് അനുഭവിക്കുവാനോ ആസ്വദിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല. ജീവിതം മടുത്തു പോവുകയും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയുമൊക്കെ ചെയ്യുന്നത് അത്തരം സന്ദർഭങ്ങളിലാണ്. ഈ അടുത്ത വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടതും വായിച്ചതുമൊക്കെയായൊരു വാർത്ത, നമ്മുടെ കൗമാരപ്രായക്കാരായ അല്ലെങ്കിൽ കോളേജ് തലത്തിൽ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളുടെ ഇടയിൽ ജനന നിരക്കിനേക്കാൾ കൂടുതൽ മരണനിരക്ക് അഥവാ ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. മനസമാധാനം നഷ്ടപ്പെടുമ്പോൾ, സ്വസ്ഥതയില്ലാതെയാകുമ്പോൾ മനുഷ്യന്മാർ തിരഞ്ഞെടുക്കുന്ന കുറുക്കുവഴികളാണതൊക്കെ. ഭക്ഷണവും സൗകര്യങ്ങളുമൊക്കെ അല്പം കുറഞ്ഞാലും മനസമാധാനത്തിന് ഭംഗം വന്നിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. സത്യത്തിൽ ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത്, തേടിക്കൊണ്ടിരിക്കുന്നത് മനസമാധാനം എന്നുള്ള ഒരു സംഗതിക്കാണ്.
ഭൗതികമായി പുരോഗതി പ്രാപിച്ച നാടുകളുടെ അവസ്ഥ നമ്മളൊന്ന് പരിശോധിച്ചാൽ സ്ട്രെസ് രോഗികൾ അഥവാ വിഷാദ രോഗികൾ, സ്ട്രെസ് അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സൗകര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. അതേപോലെ ആത്മഹത്യകളുടെ കണക്ക് നോക്കിയാലും അവിടെ ആത്മഹത്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നാലും അവയെല്ലാം അതിജയിച്ച് സമാധാനത്തോടെ ജീവിക്കുവാൻ സാധിക്കുന്ന വിധത്തിലാണ് ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ള ജീവിത കാഴ്ചപ്പാടുകളും അധ്യാപനങ്ങളും. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 97-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ, ആണായിരിക്കട്ടെ പെണ്ണായിരിക്കട്ടെ സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച നന്മകൾ ചെയ്ത് ആര് ജീവിക്കുന്നുവോ, ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, വിശിഷ്ടമായ നല്ല ഒരു ജീവിതം നാം അവർക്ക് നൽകുന്നതാണ്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, പരലോകത്ത് വേറെയും അവർക്ക് പ്രതിഫലം കിട്ടും. അപ്പൊ ദുനിയാവിൽ തന്നെ നല്ല ഒരു ജീവിതം നൽകുമെന്ന് അള്ളാഹു ഗ്യാരണ്ടി ചെയ്ത സംഗതിയാണ് ആര്? സത്യവിശ്വാസം സ്വീകരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക്. വദാലിക ബിതുഅ്മിനീനതി ഖൽബിഹി, ഷേഖ് സഅദി വിശദീകരിച്ചത് അങ്ങനെയാണ്. ഈ ദുനിയാവിൽ എങ്ങനെയാണ് അവർക്ക് നല്ല ജീവിതം കിട്ടുക എന്ന് ചോദിച്ചാൽ അവരുടെ മനസ്സിന് സമാധാനമുള്ള, സ്വസ്ഥതയുള്ള, സന്തോഷം നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും അവർക്കുണ്ടാവുക. അവരുടെ മനസ്സിനെ അലോസരപ്പെടുത്തുന്ന ഒന്നിലേക്കും അവർ കാര്യമായ മനസ്സ് കൊടുക്കുകയില്ല, തിരിഞ്ഞു നോക്കുകയില്ല. അത് പോയല്ലോ, അങ്ങനെയായല്ലോ എന്നതിനെ സംബന്ധിച്ച് വ്യാകുലപ്പെടാതെ അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ച് അവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്നതാണ് ഖുർആൻ നൽകുന്ന സന്ദേശം. സ്വാഭാവികമായും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വസ്ഥത കെടുത്തുന്നത്, നമ്മുടെ മനസ്സമാധാനം ഇല്ലാതെയാക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ വന്നു ഭവിക്കുന്ന രോഗവിവരങ്ങളെ സംബന്ധിച്ചായിരിക്കും. മാരകമായ ഏതെങ്കിലും ഒരു രോഗത്തിന്റെ പിടുത്തത്തിലാണ് നമ്മൾ എന്ന് ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ റിപ്പോർട്ടിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നമ്മുടെ എല്ലാം പോയി. ജീവിതത്തിൽ സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ള കോടിക്കണക്കിന് ആസ്തിയുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് ഒരു പ്രശ്നമല്ല, സമാധാനം നൽകുന്നില്ല. താമസിക്കുവാനുള്ള നല്ല വീടും സഞ്ചരിക്കുവാനുള്ള അത്യാധുനികമായ വാഹനങ്ങളും തിന്നുവാനും ഉടുക്കുവാനും കുടിക്കുവാനും ഒക്കെ ഏറ്റവും സുഭിക്ഷമായ രീതിയിൽ നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിലും നമ്മൾ ആകെ ഇല്ലാതെയായി പോവുകയാണ്, സ്വസ്ഥത നഷ്ടപ്പെട്ടു പോവുകയാണ്. നമ്മൾ മാത്രമല്ല, നമുക്കങ്ങനെ രോഗമുണ്ട് എന്നറിഞ്ഞാൽ വീട്ടിലുള്ളവരും അടുത്ത ബന്ധുക്കളും ഒക്കെ അതിന്റെ പേരിൽ സങ്കടപ്പെടുകയും സ്വസ്ഥത നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥയായിരിക്കും. അള്ളാഹു മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ നമ്മുടെ ഏറ്റവും അടുത്ത ആരുടെയെങ്കിലും മരണം ചില ആളുകളെയെല്ലാം പിടിച്ചുലക്കാറുണ്ട്. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ മരണം, അല്ലെങ്കിൽ മക്കളുടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പ്രായത്തിൽ അവർ നമ്മളിൽ നിന്ന് കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന, അതല്ലെങ്കിൽ മനസമാധാനത്തിന് ഭംഗം വരുത്തുന്ന സംഗതിയായിട്ട് നമ്മൾ സാധാരണ കാണാറുണ്ട്. അതുമല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന സാമ്പത്തികമായ പ്രയാസങ്ങൾ വളരെ ആലോചിച്ചും ചിന്തിച്ചുമൊക്കെ പുതിയൊരു പ്ലാനും പദ്ധതിയുമായി നമ്മൾ മുന്നോട്ട് പോയി പലരുടെയും കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങി വലിയ ഒരു ബിസിനസ് സംരംഭം നമ്മൾ തുടങ്ങുകയും അത് പൊട്ടിപ്പാളീസായപ്പോൾ കോടികളുടെ ബാധ്യത വന്നുകൊണ്ട് ഒരു മൂലയിൽ കുത്തിയിരിക്കുന്ന അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. 5-10 രൂപയായിരുന്നുവെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിറ്റിട്ടാണെങ്കിലും പരിഹാരം കാണാമായിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെ വീട്ടാനാണ് എന്ന രീതിയിൽ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുവാനുള്ള കുറുക്കുവഴികൾ തേടുന്ന ആളുകൾ ഉണ്ടാകും. പക്ഷേ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കൃത്യമായ ചില കാഴ്ചപ്പാടുകൾ നൽകുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാവുന്നതാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ദുനിയാവിന്റെ ഒരു സ്വാഭാവികതയാണ് ഇതൊക്കെ. അള്ളാഹു പറഞ്ഞു, വലനബ്ലുവന്നക്കും, ഉറപ്പായും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും,
ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട്. കുറച്ചൊക്കെ ഭീതി കൊണ്ട്, ഭയം കൊണ്ട്, അതേപോലെ തന്നെ ദാരിദ്ര്യം കൊണ്ട്, അതേപോലെ തന്നെ സാമ്പത്തികമായ കമ്മി കൊണ്ട്, കുറവ് വരുത്തിക്കൊണ്ട്, ശാരീരികമായ പ്രയാസങ്ങൾ നിമിത്തം, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഏതെങ്കിലും വിഭവങ്ങളുടെ, കൃഷിയുടെ നാശങ്ങൾ മുഖേന, നഷ്ടങ്ങൾ മുഖേന ഒക്കെ നിങ്ങളെ നാം പരീക്ഷിച്ചേക്കുമെന്നല്ല, ഉറപ്പായും പരീക്ഷിക്കുക തന്നെ ചെയ്യും. വബശ്ശിരി സ്വാബിരീൻ, അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമാശീലരായ ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് ഖുർആൻ പറഞ്ഞത്. അവിടെ ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം പണ്ഡിതന്മാർ പ്രത്യേകം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞത് നിങ്ങളെ മുച്ചൂടും ഭീതി കൊണ്ട്, കഠിനമായ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുമെന്നല്ല, ബിശൈഇൻ മിനൽ ഖൗഫ്. ഷെയ്ഖ് സഅദി പ്രത്യേകം രേഖപ്പെടുത്തി, ബിശൈഇൻ മിനൽ ഖൗഫ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഭയം കൊണ്ട്, കുറച്ചൊക്കെ സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട്. ലിഅന്നഹു ലവിബ്തലാഹും ബിൽ ഖൗഫി കുല്ലിഹി അവിൽ ജൂഅ് ലഹലകു. എല്ലാവിധേനയും അവർക്ക് ഭീതിയാണ് എങ്കിൽ, പുറത്തിറങ്ങാൻ സാധിക്കാതെ, ഒറ്റയ്ക്കിരിക്കുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും പള്ളിയിലേക്ക് വന്നാലും സ്വസ്ഥതയില്ലാത്ത, സമാധാനമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ, അതേപോലെ പശിയടക്കുവാനുള്ള ഒന്നും അയാളുടെ കയ്യിലില്ലാത്ത ഒരു പരീക്ഷണമാണെങ്കിൽ അവര് മരിച്ചു പോകും, അവരില്ലാതെയാകും എന്നതാണ് അതിന്റെ അവസാനം സംഭവിക്കുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത് ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്, കുറച്ചൊക്കെ എന്നാണ്. നിങ്ങൾക്ക് ധാരാളമായി കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ ചില ഒരു നിയന്ത്രണം, കുറച്ചൊക്കെ ഒന്ന് കുറവ് വരുത്തിക്കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. വൽ മിഹനു ലിതുമഹിസ് ലാ ലിതുഹ്ലിക്. അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ നമ്മളെ സ്ഫുടം ചെയ്തെടുക്കുവാനാണ്, അതല്ലാതെ നമ്മെ നശിപ്പിക്കുവാനല്ല എന്നതാണ് അദ്ദേഹം അവിടെ പ്രത്യേകം ഉണർത്തിയ ഒരു കാര്യം. അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇതൊക്കെയുണ്ടാകും. ഇന്ന് നമ്മൾ കേൾക്കുന്നത് മറ്റൊരാളുടെ വാർത്തയാണ് എങ്കിൽ ഞാൻ അതിൽ നിന്നൊക്കെ പൂർണ്ണമായും സേഫ് സോണിലാണ് എന്ന് ആരും കരുതേണ്ടതില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ഏത് സമയത്തും തകരാം. നമ്മൾ ആരോഗ്യത്തോടുകൂടി കാണുന്ന നമ്മുടെ മക്കളോ ബന്ധുക്കളോ ഏത് സമയത്തും നമ്മളിൽ നിന്ന് ഇല്ലാതെയായി പോയേക്കാം. നമ്മുടെ തന്നെ ആരോഗ്യം ഏത് സമയത്തും തകിടം മറിയാൻ, താളം തെറ്റാൻ സാധ്യതയുണ്ട്. ആ സന്ദർഭത്തിൽ അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, ക്ഷമാശീലരായ ആളുകളുടെ പ്രത്യേകത അല്ലാഹു പറഞ്ഞത്, അവർക്ക് വല്ല ദുരിതവും ആപത്തുകളും ബാധിച്ചാൽ സത്യവിശ്വാസികൾ എന്ത് പറയും? ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതൊക്കെ എനിക്ക് നൽകിയത് എന്റെ റബ്ബാണ്. എന്റെ ആരോഗ്യം, എന്റെ സമ്പത്ത്, എന്റെ മക്കൾ, എന്റെ ബിസിനസ് എന്ന് വേണ്ട എല്ലാം പടച്ച റബ്ബിന്റേതാണ്, റബ്ബ് നൽകിയതാണ്. നമ്മളെല്ലാവരും അവനിലേക്ക് മടങ്ങി പോകേണ്ടവരാണ് എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞ് സമാധാനിക്കുവാൻ അവർക്ക് സാധിക്കും. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. പടച്ച റബ്ബിന്റെ പക്കൽ നിന്നുള്ള രക്ഷയും സമാധാനവും അനുഗ്രഹവും എല്ലാം അത്തരം ആളുകൾക്കാണ്. വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവരാണ് ഹിദായത്ത് ലഭിച്ചവർ, സന്മാർഗികൾ എന്ന് ഖുർആൻ അവിടെ സൂറത്തുൽ ബഖറയിലെ 155 മുതൽ 157 വരെയുള്ള ആയത്തുകളിലൂടെ നമ്മെ ഉണർത്തുകയാണ്. വഹാദിഹി സുന്നത്തുഹു തആല ഫീ ഇബാദി. ഇത് പടച്ച റബ്ബ് അവന്റെ സൃഷ്ടികളിൽ വെച്ചിട്ടുള്ള ഒരു ചര്യയാണ്, പടച്ചവന്റെ സുന്നത്താണ് എന്നാണ്. അതുകൊണ്ട് ഉറപ്പായും സംഭവിക്കും. ഫഹാദിഹിൽ ഉമൂർ ലാ ബുദ്ദ അൻ തഖ. ഉറപ്പായും അത് സംഭവിച്ചിരിക്കും, സംഭവിക്കുക സ്വാഭാവികമാണ്. ഫഇദാ വഖഅത്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ, ഇൻഖസമ അന്നാസു ഖിസ്മൈൻ, മനുഷ്യന്മാർ പൊതുവിൽ രണ്ട് ശരിയായി, രണ്ട് വിഭാഗങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ ജാസിഈൻ, അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചുകൊണ്ട്, പൊറുതികേടുകൾ കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ചില ആളുകൾ, വസ്വാബിരീൻ, അതിൽ ക്ഷമിക്കുവാനും സഹിക്കുവാനും സാധിക്കുന്ന ആളുകൾ. എന്നാൽ മനസ്സിന് സ്വസ്ഥതയില്ലാത്തൊരവസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഫൽ ജാസിഉ ഹസലത് ലഹുൽ മുസീബത്താൻ, അവർക്ക് രണ്ട് മുസീബത്താണ് സംഭവിക്കുന്നത്, രണ്ട് നഷ്ടങ്ങളാണ് അവർക്ക് വരുന്നത്. ഒന്ന് ഫവാത്തുൽ മഹ്ബൂബ്, പ്രിയപ്പെട്ടത് നഷ്ടപ്പെട്ടു. ഏതായാലും സമ്പത്ത് നഷ്ടപ്പെട്ടാൽ, മക്കളില്ലാതെയായാൽ, അതല്ലെങ്കിൽ നമുക്ക് പ്രിയങ്കരമായ എന്തെങ്കിലുമൊക്കെ കൈമോശം വന്നു പോയാൽ അതേതായാലും പോയി. അതിന്റെ കൂടെ അവർ അസ്വസ്ഥത കാണിക്കുകയാണെങ്കിലോ, അല്ല ഇഷ്ടപ്പെടാത്ത വാക്കുകളാണ് സംസാരിക്കുന്നതെങ്കിൽ, പടച്ചറബ് പൊരുത്തപ്പെടാത്ത പലതുമാണ് ചെയ്യുന്നതെങ്കിൽ, വഫവാത്തുൽ അജർ, അതിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുന്ന പുണ്യം, പരലോക നേട്ടം അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്നാൽ സത്യവിശ്വാസി അതിജയിക്കും. പരീക്ഷണങ്ങളെ ദുനിയാവിന്റെ സ്വാഭാവികതകളായി കണ്ടുകൊണ്ട്
അതിനെയെല്ലാം നേരിടുവാനുള്ള കരുത്ത് അവർക്കുണ്ടാകും. ഒരുപക്ഷെ ദുനിയാവിൽ കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് വിശ്വാസികളായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. നമസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന എനിക്ക് മാത്രം എന്താ ഇങ്ങനെ രോഗം വന്നത്, എനിക്ക് മാത്രം എന്താ സാമ്പത്തികമായി ബുദ്ധിമുട്ട് എന്നാരും ചിന്തിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായത് അള്ളാഹുവിന്റെ അംബിയാക്കളാണ്. അവരോട് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലോ, അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളെ ഏറ്റവും ശക്തമായി പരീക്ഷിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അമ്പിയാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വാലിഹീങ്ങളായ സദ്വൃത്തരായ നല്ല ആളുകൾ, പിന്നെ അതിനോടടുത്ത നല്ല ആളുകൾ, അങ്ങനെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ അവർക്കൊക്കെ ഉണ്ടാകുമെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗകാഠിന്യത്തെ സംബന്ധിച്ച്, വേദനയെ സംബന്ധിച്ച് അത് കണ്ട സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നി ഊഅകു കമാ യൂഅകു റജുലാനി മിൻകും. നമുക്കൊരു പനിയോ ഒരു വേദനയോ വന്നാൽ ജോയിൻസുകളെല്ലാം വേദനിച്ച് എല്ല് പൊട്ടുന്നത് പോലെയുള്ള വേദന കടിച്ചമർത്തി ജീവിക്കുന്ന സഹോദരങ്ങൾ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങളിൽ രണ്ടാളുകൾ അനുഭവിക്കുന്ന വേദനയാണ് എനിക്ക് രോഗം വരുമ്പോൾ ഉണ്ടാകുന്നത്, പക്ഷെ അതനുസരിച്ച് അള്ളാഹു എനിക്ക് പ്രതിഫലവും നൽകുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് തീർച്ചയായും ഈ പറഞ്ഞ രീതിയിൽ പ്രതിസന്ധികളെ അതിജയിക്കുവാൻ സാധിക്കും. മാ മിൻ മുസ്ലിമിൻ യുസീബുഹു അദൻ മിൻ മറദിൻ ഫമാ സിവാഹു ഇല്ലാ ഹത്തല്ലാഹു ബിഹി സയ്യിആതി. ഏത് തരത്തിലുള്ള വേദനയാണ് എങ്കിലും, രോഗം കൊണ്ടാകട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള മാനസികമോ ശാരീരികമായ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ആകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിശ്വാസിയെ ബാധിക്കുന്നത് എന്തും അയാൾക്ക് നന്മക്കാണ്. ഇല്ലാ ഹത്തല്ലാഹു ബിഹി സയ്യിആതി, അത് നിമിത്തം അയാളുടെ ദോഷങ്ങൾ അല്ലാഹു ഇല്ലാതെയാക്കി നീക്കിക്കളയുമെന്നാണ്. കമാ തഹത്തു ശജറതു വറഖഹ, നന്നായി തിങ്ങി നിറഞ്ഞ ഇലകളുള്ള മരം ചിലപ്പോൾ ഇല പൊടിച്ച് വെറുതെ ശിഖരങ്ങളായി കൊമ്പുകളായി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത്, മരങ്ങൾ ഇല പൊടിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും നിങ്ങളുടെ പാപങ്ങളെ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുമെന്നാണ്. അതുകൊണ്ട് ഒന്നാമതായി ഇത്തരം അതിജീവനത്തിന് നമ്മൾ സ്വീകരിക്കേണ്ട, സംഭരിക്കേണ്ട ഏറ്റവും വലിയ ഇന്ധനം അൽ ഈമാനു ബില്ലാഹി വർദിളാ ബിഹി, പടച്ച റബ്ബിനെ അറിയണം, അള്ളാഹുവിനെ മനസ്സിലാക്കി അവനിൽ ശരിയായ വിശ്വാസം അർപ്പിക്കുവാൻ സാധിക്കണം, പടച്ച റബ്ബിന്റെ തീരുമാനങ്ങളിൽ തൃപ്തിപ്പെടുവാൻ സാധിക്കണം. അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയുവാൻ നമുക്ക് സാധിച്ചാൽ, അള്ളാഹ് പരിചയപ്പെടുത്തിയതുപോലെ അവന്റെ നാമങ്ങളിലൂടെ വിശേഷണങ്ങളിലൂടെ ഒക്കെ അള്ളാഹുവിനെ നമ്മൾ അറിഞ്ഞാൽ, പടച്ച റബ്ബ് അത്യുദാരനാണ്, എന്റെ റബ്ബ് എന്നോട് അങ്ങേയറ്റം ദയയുള്ളവനാണ്, പരമകാരുണ്യകനാണ്, കരുണാവാരിധിയാണ് എന്നറിയുമ്പോൾ, എന്റെ റബ്ബ് എന്നോട് ഏറ്റവും സമീപസ്ഥനാണ്, എന്റെ പ്രാർത്ഥനകൾ അവൻ കേൾക്കും, ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം എനിക്ക് ചെയ്യും, എന്റെ വിഷയങ്ങൾ ഏറ്റവും നന്നായി പരിഹരിക്കുവാൻ കഴിവുള്ളവനാണ് എന്റെ റബ്ബ് എന്നിങ്ങനെ ഖുർആൻ പറഞ്ഞു തന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്താൽ വഹുവൽ ഗഫൂറുൽ വദൂദ്, ഏറെ പൊറുക്കുന്നവനും അങ്ങേയറ്റം സ്നേഹിക്കുന്നവനുമായ എന്റെ റബ്ബ്, അൽ മുജീബ്, എന്റെ വിളികൾക്ക് ഉത്തരം നൽകുവാൻ പ്രാപ്തനായ കഴിവുള്ള എന്റെ റബ്ബ്, എല്ലാ നിലയിലും ഏത് പ്രശ്നങ്ങൾക്കും ഏത് സമയത്തും എനിക്ക് ചോദിക്കുവാനും ആശ്രയിക്കുവാനും കഴിവുള്ള റബ്ബ്. ആ റബ്ബിനെ അറിയുകയും അവന് റബ്ബായി തൃപ്തിപ്പെടുകയും ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഈമാൻ, ഈമാനിന്റെ ടേസ്റ്റ്, ഈമാനിന്റെ രുചി, മാധുര്യം അനുഭവിച്ച ആളുകൾ, അത് ആസ്വദിച്ചവരാരാണ് എന്ന് ചോദിച്ചാൽ, മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ മതമായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ ദൂതനായും തൃപ്തിപ്പെട്ട ആളുകൾക്ക് ദീനിനെ അല്ലെങ്കിൽ വിശ്വാസത്തെ, ആദർശത്തെ ആസ്വദിക്കുവാൻ, രുചിക്കുവാൻ സാധിക്കുമെന്നാണ്, അതിന്റെ മധുരം നുകരുവാൻ സാധിക്കുമെന്ന്. അള്ളാഹുവാണ് എല്ലാം നിശ്ചയിക്കുന്നത്, നിയന്ത്രിക്കുന്നത് എന്നറിയുമ്പോൾ, കാരുണ്യവാനായ പടച്ചറബിന്റെ തീരുമാനങ്ങളിൽ, അവന്റെ ഇടപെടലുകളിൽ ആത്യന്തികമായി ഹൈറ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് അറിഞ്ഞ് തൃപ്തിപ്പെടുവാൻ സാധിച്ചാൽ അത് വലിയൊരു സൗഭാഗ്യമാണ്.
രോഗത്തിന്റെ വേദനകളിൽ പിടിച്ച് കെട്ടിയതുപോലെ അയാൾ ഞെരിഞ്ഞമരുമ്പോഴും അയാളുടെ മുഖത്ത് ഈമാനിന്റെ പ്രസരിപ്പും സന്തോഷത്തിന്റെ പുഞ്ചിരിയുമൊക്കെ കാണുന്ന അവസ്ഥ നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. ചില ആളുകളെയെങ്കിലും കാണുമ്പോൾ അവർ പുറുതികേടോ അസ്വസ്ഥതയോ പ്രകടിപ്പിക്കുകയില്ല. കാരണം എന്റെ റബ്ബ് അറിഞ്ഞ് നിശ്ചയിച്ചതാണ്. എന്റെ റബ്ബ് ഇന്നത് എനിക്ക് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ അറിയാത്ത പല നന്മകളുമുണ്ട് എന്ന് മനസ്സിലാക്കി സമാധാനപ്പെടുവാൻ അവർക്ക് സാധിക്കും. അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് താബിഈങ്ങളിൽപ്പെട്ട ഒരു പ്രമുഖ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, അർറിളാ ബാബുല്ലാഹിൽ അഅ്ലം, പടച്ചറബിനെ തൃപ്തിപ്പെടുവാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുവാൻ സാധിക്കുക എന്നത് അത് വലിയ ഒരു വാതിലാണ്, വലിയൊരു കവാടമാണ്. വജന്നത്തുദ് ദുനിയ, ദുനിയാവിലെ സ്വർഗമാണത് എന്നാണ്. വമുസ്തറാഹുൽ ആബിദീൻ, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ റെസ്റ്റ് ഹൗസ് ആണ്. അവർക്ക് ആശ്വാസം കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. എന്റെ റബ്ബ് എനിക്ക് നിശ്ചയിക്കുന്നതൊന്നും എന്നെ പ്രയാസപ്പെടുത്താനല്ല, അതിൽ ഞാൻ അറിയാത്ത പല നന്മകളുമുണ്ട് എന്ന് മനസ്സിലാക്കി ആ പടച്ചിറപ്പിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഒരിക്കലും അതിനെ ഇളക്കുവാൻ ആര് തന്നെ പണിയെടുത്താലും പാടുപെട്ടുവാലും സമ്മതിക്കാത്ത രീതിയിൽ വിശ്വാസം ഊട്ടിയുറപ്പിക്കുവാൻ സാധിച്ച ആളുകൾക്ക് ഈ ദുനിയാവിലെ ഒരു പരീക്ഷണവും അവരെ തളർത്തിക്കളയുവാൻ സാധിക്കുകയില്ല എന്ന്. അതുകൊണ്ട് ഒന്നാമതായി ഈമാൻ വർദ്ധിപ്പിക്കുവാനുള്ള വഴികൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദുനിയാവിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ പ്രയാസങ്ങളുമില്ലാതെ കാലവും സാഹചര്യങ്ങളും എല്ലാം ഏതു കോലത്തിൽ മാറി പറഞ്ഞാലും അതിനെയെല്ലാം അതിജയിക്കുവാൻ നമുക്ക് സാധിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽ ഈമാനു യസീദു ബിത്വാഅ, ആ ഈമാനിനെ പരിപോഷിപ്പിക്കേണ്ടത്, വർദ്ധിപ്പിക്കേണ്ടത് പടച്ചറബിനെ വഴിപ്പെട്ടുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ടാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടികളെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ വചനങ്ങളെ സംബന്ധിച്ചും നിയമങ്ങളെ സംബന്ധിച്ചും ഒക്കെ ആലോചിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അതിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നേറുമ്പോൾ നമ്മുടെ ഈമാൻ കരുത്താർജിക്കും. അതേപോലെ വമുജാലസത്തു സ്വാലിഹീൻ, നല്ലവരുമായിട്ടുള്ള സഹവാസം, അതൊക്കെ നമുക്ക് ഈമാനിന് കരുത്തു പകരുന്ന സംഗതിയാണ്. മറ്റൊരു കാര്യം തഫ്വീദുൽ അംരി ഇലല്ലാഹ്, ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും കിട്ടാൻ, അല്ലെങ്കിൽ സമാധാനത്തോടുകൂടി ഉള്ള ഒരു ജീവിതം സാധ്യമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ സംഗതി അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കേണ്ട എല്ലാം അള്ളാഹ്ക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നതാണ്. വയഖീനുൽ അബ്ദി അന്ന ഇഖ്തിയാറല്ലാഹി ലഹു ഖൈറുൻ വഅഹ്സൻ മിൻ ഇഖ്തിയാരിഹി ലിനഫ്സി, ഞാൻ എനിക്ക് സ്വന്തമായി സെലക്ട് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിരിക്കും, നല്ലതായിരിക്കും എന്റെ റബ്ബ് എനിക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് എല്ലാം സമർപ്പിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ നമുക്ക് നൽകുന്ന സന്തോഷവും സമാധാനവും പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്ത സംഗതിയാണ് എന്ന്. പൊതുവിൽ മനുഷ്യന്മാരുടെ ഒരു രീതി എന്താണ് എന്ന് ചോദിച്ചാൽ അജലത്താണ്, ധൃതി കൂട്ടുക എന്നതാണ്. ഖുലിഖൽ ഇൻസാനു മിൻ അജൽ, ധൃതി കാണിക്കുന്ന, വെപ്രാളം കൂട്ടുന്ന ഒരു പ്രകൃതത്തിലാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വകാനൽ ഇൻസാനു അജൂല, ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞത്. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പൊറുതുകേടായിരിക്കും, അസ്വസ്ഥതയായിരിക്കും. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ വഇദാ മസ്സഹു ശർറു ജസൂഅ, ആകെ പരിഭ്രാന്തിയും പൊറുതുകേടും ഒക്കെ ആയിരിക്കും. അതായത് പൊതുവിലുള്ള മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. ഫയജ്സഉ ഇൻ അസാബഹു ഫഖ്റുൻ ഔ മറദുൻ, ഒരു ദാരിദ്ര്യമോ സാമ്പത്തികമായ ഒരു ടൈറ്റോ ഒരു രോഗമോ, ഔ ദഹാബുൽ മഹ്ബൂബി ലഹു, പ്രിയപ്പെട്ട എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോവുകയോ ഒക്കെ ചെയ്താൽ, മക്കളോ സമ്പത്തോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ നമ്മളിൽ നിന്ന് ഇല്ലാതെയായി മരണപ്പെട്ടു പോയി ഒക്കെ ആയിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അങ്ങനെയായിരിക്കുമെന്ന്. വലാ യസ്തഅമിലു ഫീ ദാലിക സ്വബ്ർ വറിളാ ബിമാ ഖലല്ലാഹ്, അല്ലാഹ് കണക്കാക്കിയതിൽ, അല്ലാഹ് നിശ്ചയിച്ചതിൽ ക്ഷമിക്കുവാനും അതിൽ തൃപ്തിപ്പെടുവാനുമുള്ള ഒരവസ്ഥ, ആ രീതിയിൽ മനസ്സിനെ പാകപ്പെടുത്തുവാൻ അവർക്ക് സാധിക്കാതെ വരുമ്പോൾ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങളും ജീവിതത്തിന്റെ താളം തെറ്റലുകളും ഒക്കെയാണ് അവിടെ വിശദീകരിച്ചത്. പിന്നീടായിരിക്കും തോന്നുന്നത്, കുറെ കാലങ്ങൾ കഴിയുമ്പോൾ, ഓ അങ്ങനെ നടക്കാതിരുന്നത് നന്നായിരുന്നു, അൽഹംദുലില്ലാ എന്ന് പിന്നെ വൈകി പറയും. അത് നന്നായി എന്ന് പിന്നീട് തോന്നും. നമ്മൾ ഏറെ ആലോചിച്ച് ചിന്തിച്ച് പലരുമായി ഡിസ്കസ് ചെയ്ത് നമ്മുടെ മക്കൾക്കൊരു വിവാഹം ഉറപ്പിച്ചു എന്നിരിക്കട്ടെ, ആ വിവാഹത്തിന് വേണ്ടി ലെറ്റർ അടിച്ച് കത്തടിച്ച പല ആളുകളെയും ക്ഷണിച്ച്
അതിനുവേണ്ടി ഹാള് ബുക്ക് ചെയ്ത് എല്ലാ ഒരുക്കങ്ങളും നടത്തിയപ്പോഴാണ് ആ വിവാഹത്തിന് എന്തെങ്കിലും ഒരു തടസ്സം പറഞ്ഞുകൊണ്ട് അതിന്റെ പാർട്ടി, ആ ആളുകൾ, ആ കുടുംബക്കാരതിൽ നിന്ന് ഒഴിവ് പറയുന്നത്. അങ്ങനത്തെ സാഹചര്യങ്ങൾ എത്രയോ ആളുകൾക്കുണ്ടാകും. അതോടുകൂടി ജീവിതമാകെ മടുത്ത് നിരാശരായി ചിലപ്പോൾ കൂട്ടാത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സാഹസപ്പെട്ട് വളരെ പ്രതീക്ഷയോടുകൂടി വളരെയധികം സാമ്പത്തികമായ ചെലവ് വഹിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു ബിസിനസ്, അത് സക്സസ് ആയില്ല, ക്ലച്ച് പിടിച്ചില്ല, കുറെ സാമ്പത്തികമായ ബാധ്യതകൾ വന്നു, അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ ജോലി കിട്ടിയില്ല. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് സ്വാഭാവികമായ ആ പെട്ടെന്നുള്ള സംഗതിയെ സംബന്ധിച്ചാണ്. അതാണ് പറഞ്ഞത് ഖുലിഖൽ ഇൻസാനു മിൻ അജൽ. നമുക്ക് ആകെ അജലത്താണ്, നമ്മൾ വിചാരിച്ചത് ആ രീതിയിൽ തന്നെ നടക്കണമെന്നത്. നേരെ മറിച്ച് കുറെ കഴിയുമ്പോഴായിരിക്കും ആ വിവാഹബന്ധം നമ്മുടെ മകളുമായി മകനുമായി നടക്കാതിരുന്ന ആ ടീമിനെ സംബന്ധിച്ച് പിന്നീട് വേറെ ആരൊക്കെയായി വിവാഹം നടന്ന ആ കുടുംബത്തിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ പരുക്കുകളും പുഴുക്കുത്തുകളും നമ്മൾ അറിയുമ്പോൾ അപ്പൊ നമ്മൾ പറയും അൽഹംദുലില്ലാഹ്, ആ ബന്ധം ഒഴിഞ്ഞു പോയത് എത്ര നന്നായിരുന്നു. അതേപോലെ ചില ബിസിനസ്സുകളെ സംബന്ധിച്ച് നല്ല കയറ്റമാണ്, നല്ല നേട്ടമാണ് എന്ന് വിചാരിക്കും. പിന്നെ അതിന്റെ പിന്നിൽ വരുന്ന അബദ്ധങ്ങളും അപകടങ്ങളും അറിയുമ്പോൾ അൽഹംദുലില്ലാഹ്, ഞാൻ അതിൽ ചെന്ന് പെടാതിരുന്നത് നന്നായിരുന്നു എന്ന് പിന്നീട് നമുക്ക് തോന്നിയേക്കും. പലതും അങ്ങനെ തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും. നിങ്ങൾ ചില കാര്യങ്ങൾ വെറുക്കുന്നുണ്ടാകും, ആഗ്രഹിക്കുന്നുണ്ടാവുകയില്ല, പക്ഷെ വാസ്തവത്തിൽ അതായിരിക്കും നിങ്ങൾക്ക് ഖൈർ. വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും. വേറെ ചിലത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും, താല്പര്യപ്പെടുന്നുണ്ടാകും, പക്ഷെ വാസ്തവത്തിൽ അത് നിങ്ങൾക്ക് ദോഷമായിരിക്കും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നാണ് സൂറത്തുൽ ബഖറയിലെ 216-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിച്ചു തന്നു എന്ന് പറഞ്ഞിട്ട് ദുആഉൽ ഇസ്തിഖാറ പഠിപ്പിച്ചത്. അഥവാ പടച്ച റബ്ബുമായിട്ടുള്ള ഒരു കൺസൾട്ടിങ്. അള്ളാഹിനോട് ചോദിക്കാൻ, അള്ളാഹുവേ, ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ, ഈ ബന്ധത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്നൊരു പദ്ധതിയിലേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് അത് ഖൈറാണോ ഷർറാണോ എന്ന് എനിക്കറിയുകയില്ല. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫദ്ലികൽ അളീം ഇന്നക തഖ്ദിറു വലാ അഖ്ദിർ ഇന്നക തഅലമു വലാ അഅലം. അല്ലാഹുവേ, നിന്റെ കഴിവുകളെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്റെ ഔദാര്യത്തിൽ നിന്ന് ഞാൻ തേടുന്നു. കാരണം നിനക്കാണ് കഴിവുള്ളത്, എനിക്ക് കഴിവില്ല. നീയാണ് അറിയുന്നത് ഭാവിയെ സംബന്ധിച്ച്, എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഈ കാര്യം എനിക്ക് ഖൈറാണെങ്കിൽ, ഗുണപരമാണെങ്കിൽ എന്നിലേക്ക് അതിനെ അടുപ്പിച്ചു തരണമേ. ദുനിയാവിലും ആഖിറത്തിലും എനിക്കത് ദോഷമാണ് എങ്കിൽ അതിനെ എന്നിൽ നിന്നും, എന്നെ അതിൽ നിന്നും നീ അകറ്റണമേ. വേറെ എവിടെയാണോ ഖൈർ അതിലേക്ക് എന്നെ എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഏത് കാര്യവും ചെറുതും വലുതുമായ എല്ലാ സംഗതികളിലേക്കും ഇറങ്ങി പുറപ്പെടുന്നത് എന്നറിയുമ്പോൾ അവർ പടച്ച റബ്ബുമായിട്ടുള്ള ആ വിശ്വാസവും ബന്ധവും സൂക്ഷിച്ചതിന്റെ ഫലമായി അവരുടെ ജീവിതത്തിൽ രോഗമില്ലാഞ്ഞിട്ടാണോ, പ്രയാസങ്ങളില്ലാഞ്ഞിട്ടാണോ, പട്ടിണിയില്ലാഞ്ഞിട്ടാണോ, അവർ ഒരിക്കലും ജീവിതത്തോട് മടുപ്പ് പറഞ്ഞുകൊണ്ട് ഈ ജീവിതത്തെ അവസാനിപ്പിക്കുവാൻ വേണ്ടി ചിന്തിക്കുകയോ പരിശ്രമിക്കുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ടായിട്ടില്ല. അതുകൊണ്ട് നാം തീർച്ചയായും മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള ബന്ധം ശക്തമാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞത്, ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇല സ്വലാത്ത്. അല്ലാഹുമായിട്ടുള്ള നല്ല ബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല സങ്കടമോ ദുഃഖമോ ബാധിച്ചാൽ ഉടനെ നമസ്കാരത്തിലേക്ക് പ്രവാചക തിരുമേനി അഭയം തേടുമായിരുന്നു എന്ന്. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്, ഖുർആൻ പറഞ്ഞതുപോലെ അല്ലാഹുവിലേക്കുള്ള തവക്കുൽ നന്നാക്കിക്കൊണ്ട് പടച്ച റബ്ബിലേക്ക് ആത്മാർത്ഥമായി മടങ്ങി അഭയം കണ്ടെത്തുവാനുള്ള ആ പരിശ്രമം, അല്ലാഹുവിലേക്ക് തന്നെയാണ് തിരിഞ്ഞു പോകുവാനുള്ളത്. ലാ മൽജഅ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക്. പടച്ചവനെ, നിന്നിൽ നിന്ന് നിന്നിലേക്ക് തന്നെയല്ലാതെ എനിക്ക് വേറെ എവിടെയും ഓടി രക്ഷപ്പെടുവാൻ, ഒരു അഭയം തരാൻ വേറെ ആരുമില്ല എന്ന് ബോധ്യത്തോടുകൂടി അള്ളാഹുവിലേക്ക് തിരിച്ചു ചെല്ലുവാൻ സാധിക്കുമ്പോൾ മനസമാധാനവും സ്വസ്ഥതയും അവർക്കുണ്ടാകും. പലരും വിഷമം മാറാൻ, സങ്കടങ്ങൾ തീർക്കാൻ തിന്മകളിലേക്ക് കുതിച്ചു പായുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. വൽ ഇയാദു ബില്ലാഹ്.
പടച്ചറബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സംഗീതം കേട്ട് പരിചയമില്ലാത്ത ആളുകൾ എപ്പോഴും അവരുടെ കാതിലും അവരുടെ വാഹനങ്ങളിലും വീട്ടിലും എല്ലാ സമയത്തും സംഗീതത്തിന്റെ അടിമകളായി മാറുവാനുള്ള കാരണം ചോദിക്കുമ്പോൾ സ്ട്രെസ്, വല്ലാത്ത മാനസികമായ പ്രയാസം. അതൊന്ന് കേട്ടാൽ കുറച്ച് ആശ്വാസം കിട്ടുമെന്ന രീതിയിൽ ചില ആളുകൾ സിനിമയുടെയും മദ്യത്തിന്റെയും ചീത്ത കൂട്ടുകെട്ടിന്റെയും എല്ലാം ഇടയിലേക്ക് പോകുന്നത് അവിടെയൊക്കെ കുറച്ച് സമാധാനം കിട്ടുമെന്നാണ്. പക്ഷെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻക. അല്ലാഹുവിന്റെ വാക്കുകൾക്ക് നേരെ മുഖം തിരിച്ചുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പോയാൽ അവരുടെ ജീവിതം കുടുസായിരിക്കും, പ്രയാസമായിരിക്കും. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. പരലോകത്ത് അന്ധന്മാരായി കണ്ണു കാണാത്ത അവസ്ഥയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം സുശക്തമാക്കാൻ, വിശ്വാസം അതിശക്തമായ രീതിയിൽ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുവാൻ നമുക്ക് സാധിച്ചാൽ ദുനിയാവിൽ അള്ളാഹ് നിശ്ചയിക്കുന്ന ഒരു പ്രയാസവും അല്ലെങ്കിൽ ഒരു പരീക്ഷണവും ഒരു പ്രയാസമായി അല്ലെങ്കിൽ ഒരു സങ്കടമായി നമ്മുടെ സമാധാനത്തെയും സ്വസ്ഥതയെയും കെടുത്തുന്ന ഒന്നായി നമുക്ക് തോന്നുകയില്ല. അങ്ങനെ ഇരു ലോകത്തും വിജയം വരിക്കുവാൻ നമുക്ക് സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കുന്ന, ഇരു ലോകത്തും വിജയം വരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരെയും പടച്ചറബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മനസ്സിന് സമാധാനവും സ്വസ്ഥതയും കിട്ടാൻ, പടച്ചറബിനോട് നന്ദിയും സ്നേഹവും ശക്തമാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച ഒരു ഒറ്റമൂലിയുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചത്, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും. ഭൗതികമായ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ നമ്മളെക്കാൾ കുറഞ്ഞ ആളുകളിലേക്ക് എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും. നിങ്ങളെക്കാൾ ഭൗതികമായി സ്റ്റാറ്റസ് കൂടിയ ആളുകളിലേക്ക് നിങ്ങൾ നോക്കരുത്. ഫഹുവ അജ്ദറു അൻ ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. അങ്ങനെയാകുമ്പോൾ റബ്ബ് എനിക്ക് അതൊന്നും തന്നില്ലല്ലോ എന്ന പരാതിയല്ല ഉണ്ടാവുക. ചിലപ്പോൾ സ്വന്തമായി നടന്നു പോകുവാനുള്ള കാല് പോലും ഇല്ലാത്ത ആളുകളെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ വാഹനത്തിന്റെ കംപ്ലൈന്റ് ഒരു പ്രശ്നമല്ല. സ്വന്തമായി നമുക്ക് ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ പറ്റുന്ന രീതിയിൽ കയ്യും കാലും ഒക്കെ അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ, ശ്വാസമെടുക്കാൻ, വെള്ളം കുടിക്കാൻ, ഭക്ഷണം കഴിച്ചാൽ അതിന്റെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് ബാത്റൂമിൽ പോയി ആ പ്രയാസങ്ങളൊക്കെ നിർവഹിക്കാൻ ഒരാളുടെയും സഹായം ആവശ്യമില്ലാതെ ഒരു ഡോക്ടറിന്റെയും നഴ്സിന്റെയും വരവ് കാത്തിരിക്കേണ്ട അവസ്ഥയില്ലെങ്കിൽ അതിന് മാത്രം പറയണം നമ്മൾ നിത്യവും മണിക്കൂറുകളോളം അൽഹംദുലില്ലാഹ് എന്ന്. ഇതേപോലെ കഷ്ടപ്പെടുന്ന എത്രയോ ആളുകൾ നമ്മുടെ കുടുംബത്തിലും പരിചയത്തിലും അയൽവക്കത്തും ഒക്കെ ഉണ്ടാകും. ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് ആലോചിക്കുവാനും ചിന്തിക്കുവാനും കാണുവാനും കേൾക്കുവാനും ഒക്കെ നമ്മുടെ കണ്ണും കാതും കൽബും തുറന്നു വെച്ചാൽ മനസമാധാനം ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. സ്വസ്ഥതയും സമാധാനവും അവർക്കുണ്ടാവും. നേരെ മറിച്ച് ഉള്ളവരെ കുറിച്ച് ആലോചിച്ച് എനിക്കതില്ലല്ലോ, എനിക്ക് സാലറി കുറവാണല്ലോ, എന്റെ വരുമാനം കുറവാണല്ലോ എന്നിങ്ങനെ ചിന്തിച്ചാൽ പൊതുവെ താരതമ്യം ചെയ്യുക എന്നത് നമ്മുടെ ഒരു സ്വഭാവമാണ്. ഒരാളെ കണ്ട് പരിചയപ്പെട്ടാൽ എന്താ ജോലി, എത്രയുണ്ട് വരുമാനം, വീട്ടിൽ ആരൊക്കെയുണ്ട്, വാഹനം എത്ര, വീട്, ഇങ്ങനെ എല്ലാം ചോദിക്കുമ്പോ അത് നമ്മളെക്കാൾ ഉയർന്നതാണെങ്കിൽ പിന്നെ നെഞ്ചിൽ എരിപിരിയാണ്, തീക്കനലുകൾ വാരിയിട്ടതുപോലെ അസ്വസ്ഥതയാണ്. നേരെ മറിച്ച് നമുക്കുള്ളത് സൗകര്യങ്ങൾ ഇല്ലാത്തവരെ കുറിച്ച് ചോദിക്കാനും കാണുവാനും കേൾക്കുവാനും നമുക്ക് സാധിച്ചാൽ അസ്വസ്ഥതയില്ല, സമാധാനത്തോടെ സംതൃപ്തിയോടുകൂടി മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ, പടച്ചറബിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്ത് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 2-3 സഹോദരങ്ങൾ പ്രത്യേകം വിളിച്ച് ദുആ ചെയ്യുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്.
അവർ അനുഭവിക്കുന്ന ശാരീരികമായ പ്രയാസവും, ചില ആളുകൾ ഹോസ്പിറ്റലിൽ ICUവിലാണ് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ബന്ധുക്കൾ വിളിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും വേദനകളും പ്രയാസങ്ങളും രോഗങ്ങളും നീക്കി പരിപൂർണമായ ശിഫയും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന എല്ലാവരുടെയും എല്ലാത്തരം പ്രയാസങ്ങളും റഹ്മാനായ റബ്ബ് നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും പടച്ച റബ്ബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.